വലിയ ആലിമീങ്ങളായിരുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വലിയ ആലിമീങ്ങളായിരുന്നു, പണ്ഡിതന്മാരായിരുന്നു എന്ന് പറയുന്നത് ഒരു മദ്ഹിന്റെ സീഗയല്ല. എന്ന് പറഞ്ഞാൽ അത് പുകയ്ത്തുന്ന വർത്താനേ അല്ല. ഇപ്പൊ നമ്മളുടെ പഴയ കാലത്തെ ഒന്ന് രണ്ട് പ്രസംഗം ആരോ എടുത്തിട്ടത് കണ്ടു. അത് നമ്മൾ പറയുന്നുണ്ട്, ഇബ്നു തൈമിയ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, വലിയ വിവരമുള്ള ആളാണ്. നല്ല ചൂടുള്ള ഉസൂലാണ്. ഇപ്പടുത്ത ചോദിക്കുന്ന കിട്ടൂല, കാരണം ഇതിനിപ്പോ നാളെ മാറ്റി പറയാനുള്ളതാണ്. ഇപ്പൊ എടുത്താൽ കിട്ടും. എന്താ പറഞ്ഞത്? ഇബ്നു തൈമിയനെ സംബന്ധിച്ച് അയാൾ വലിയ പണ്ഡിതനായിരുന്നു, ആലിമായിരുന്നു എന്നൊന്നും പറഞ്ഞത് ഏതല്ല, മദ്ഹിന്റെ സീഗല്ലല്ലോ. കാരണം ഈ കാട്ടുവളപ്പിൽ തന്നെ അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, സമതും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയനെ വാനോളം പുകഴ്ത്തിയിട്ട് എത്രത്തോളം പറഞ്ഞതെന്ന് വെച്ചാൽ ഇബ്നു തൈമിയ രചിച്ച ഗ്രന്ഥങ്ങളെ കൊണ്ട് ഒരു പാലം പണിയാമായിരുന്നു, അത്രയൊക്കെ പറഞ്ഞു വെച്ചതാണ്. അപ്പൊ അതൊന്നും പ്രശ്നമല്ല, അതൊന്നും മദ്ഹിന്റെ സീഗല്ല. ഇപ്പൊ കിട്ടിയതാട്ടത് ഈ ചൂടുള്ളത് വേർത്തച്ചോളി. എന്നാൽ കുറച്ച് മുമ്പ് പറഞ്ഞിനി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇബ്നു തൈമിയനെ സംബന്ധിച്ച് അയാളിൽ നിന്ന് ഒരുപാട് അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അയാൾ ഒരു വലിയ പണ്ഡിതനായിരുന്നു എന്ന് പറഞ്ഞപ്പോ അതിനെ എതിർത്തുകൊണ്ട് ഇതേ കാട്ടുവളപ്പിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അന്ന് പണ്ഡിതനായിരുന്നു എന്ന് പറഞ്ഞത് മദ്ഹായിരുന്നു. ഇപ്പോഴോ ഇവൻ നേരത്തെ ഇബ്നു തൈമിയനെ സംബന്ധിച്ച് വലിയ പണ്ഡിതനായിരുന്നു എന്നുള്ളതൊക്കെ നമ്മളെടുത്ത് പുറത്ത് കിട്ടപ്പം അപ്പൊ അതൊന്നും മദ്ഹിന്റെ സീഗല്ല, പണ്ഡിതനായിരുന്നു എന്നുള്ള മദ്ഹിന്റെ സീഗല്ല എന്ന്. അപ്പൊ മുമ്പ് പേരോട് ഉസ്താദ് ഇബ്നു തൈമിയനെ സംബന്ധിച്ച് അയാളിൽ നിന്ന് ഒരുപാട് അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അയാൾ ഒരു പണ്ഡിതനായിരുന്നു എന്ന് പറഞ്ഞതിനെ എന്തിനാ കാട്ടുവളപ്പിൽ എതിർത്തിരുന്നത്? നിങ്ങൾ കേട്ടോക്കി, ഈ ചങ്ങായിനെ മുമ്പ് എതിർത്ത് പറഞ്ഞേനി. അത് തന്നെ ഇബ്നു തൈമിയയെ പണ്ഡിതനാക്കണം. ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, എന്നാലും ഉപരി പണ്ഡിതനാണ്. ഇപ്പൊ അങ്ങനെയുണ്ട്. ഇബ്നു തൈമിയനെ സംബന്ധിച്ച് പേരോട് ഉസ്താദ് അയാളിൽ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും അയാൾ ഒരു പണ്ഡിതനായിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഈ കാട്ടുവളപ്പിൽ ഉസ്താദും സമതും പറഞ്ഞതുപോലെ വലിയ പണ്ഡിതനായിരുന്നു, കേരളത്തിലുള്ള മുഴുവൻ ആളുകളുടെയും മുഴുവൻ പണ്ഡിതന്മാരുടെയും ഇൽമുകൾ കൂട്ടിവെച്ചാലും അത് ഇബ്നു തൈമിയന്റെ ഇൽമിന്റെ അവിടെ എത്തൂല, ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട് എന്നൊന്നും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അബദ്ധങ്ങൾ അയാളിൽ നിന്ന് ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അയാൾ ഒരു പണ്ഡിതനായിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും പോകാൻ ചാടി വീണു. കണ്ടില്ലേ, ഇബ്നു തൈമിയനെ പണ്ഡിതനാക്കി എന്നും പറഞ്ഞാൽ ചാടി വീണതിന് അന്ന് അത് വലിയ മദ്ഹായിരുന്നു. അതേ സമയത്ത് ഇതേ കാട്ടുവളപ്പിൽ നൗഷാദും സമദൊക്കെ ഇബ്നു തൈമിയനെ സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞു പുകഴ്ത്തിയിട്ടുണ്ട്. പണ്ഡിതനാണ്, ഏറ്റവും വലിയ പണ്ഡിതനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതനാണ്, ആലിമാണ് എന്ന് പറയുന്നത് ഏതല്ല, അത് മദ്ഹിന്റെ സീഗല്ലാതെ ഇതിനൊക്കെ എന്താ പറയാം? അല്ല, ഇതിനെന്താ നമ്മൾ പറയാം? നമ്മളൊന്ന് പറഞ്ഞു ആലോചിച്ച കളികൾ.